സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുബായിലെ ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആഘോഷം തന്നെയാണ് കേട്ടോ. എത്ര കണ്ടാലും എത്ര പോയാലും നമുക്ക് മടുപ്പ് തോന്നാത്തൊരു സ്ഥലമാണ്. എല്ലാ വർഷവും പോകുന്ന പോലെ ഈ പ്രാവശ്യവും ഞങ്ങൾ വീണ്ടും ഗ്ലോബൽ വില്ലേജിൽ പോയി. അപ്പോൾ അതിൻ്റെ വളരെ കുറച്ച് കാഴ്ചകളാണ്. എപ്പോഴും നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എന്നും പുതിയതായിട്ട് തന്നെ തോന്നുള്ളൂ. വിവിധ സ്ഥലങ്ങളിൽ വിവിധ രാജ്യത്തിൻ്റേതായിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. കോമൺ ആയിട്ടുള്ളതുകൊണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാമിൻ്റെ അകത്തേക്ക് കടന്നു പോകാം. ആനയുടെ പിന്നീട് വാല് എന്ന് പറയുന്ന പോലെ ഈ പെരുന്നാളിൻ്റെയൊക്കെ സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് കുറച്ച് സമയം നമ്മൾ അവരുടെ പിന്നീട് തന്നെ പോകും അല്ലേ. അപ്പോൾ കുറേ പേര് അങ്ങനെ പോകുന്നുണ്ട്. അവരങ്ങനെ അങ്ങ് പോട്ടെ. ഗ്ലോബൽ വില്ലേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിവിധ രാജ്യങ്ങളുടേതായിട്ടുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഓരോ പ്രാവശ്യം അങ്ങനെ നമ്മൾ പല സ്ഥലത്ത് പല രാജ്യത്തിൻ്റെതായിട്ടുള്ള ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ എൻജോയ് ചെയ്തു. ഇവിടെ വന്ന എക്സ്പീരിയൻസ് ഉള്ളവർക്കറിയാം, ഏത് സ്ഥലത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം വലുതും ചെറുതുമായിട്ടുള്ള സ്റ്റേജുകൾ കാണും. അവിടെ കണ്ടിന്യൂസ് പ്രോഗ്രാമും കാണും. അതുപോലത്തെ ഒരു പ്രോഗ്രാം ഇപ്പം നമുക്ക് കാണാം. ഇവരെല്ലാം വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് നല്ല എനർജിയോട് കൂടിയിട്ടാണ് ഈ പ്രോഗ്രാം എല്ലാം ചെയ്യണത്. അപ്പോൾ നമ്മൾ എത്ര കാണില്ല എന്ന് വിചാരിച്ച് മുഖം തിരിച്ച് പിടിച്ചാലും ഇതിൻ്റെ അടുത്തേക്കൂടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തായാലും അതിലേക്കൊന്ന് തിരിഞ്ഞു പോകും. ഞങ്ങൾ അതുപോലെ കുറച്ച് സമയം അവിടെ ഇരുന്ന് ആ പ്രോഗ്രാമൊക്കെ കണ്ടു. ഇനിയും പിള്ളേരും വലിയവരിൽ കുറച്ച് പേര് തന്നെ എന്നുണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടത്തോടു കൂടി ചെന്നെടുക്കണ ഒരു സ്ഥലമാണിത്. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് കയറാതെ കൊണ്ട് പോരില്ല. പിള്ളേർ കിടന്ന് വാശി പിടിക്കും. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പിള്ളേരെ കയറ്റും. ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ അതെല്ലാം എഗ്രി ചെയ്യും, ചിലപ്പോൾ കരയും, പ്രശ്നങ്ങളുണ്ടാക്കും. അങ്ങനെയുള്ള കുറേ കരച്ചിലുകളൊക്കെ ഞങ്ങൾ അവിടെ പലരിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു. ഈ ഐസ്ക്രീം കാരണം ഒരുവിധപ്പെട്ട എല്ലാവർക്കും തന്നെ അറിയുമായിരിക്കും. പിള്ളേർക്ക് ഏറ്റവും ദേഷ്യം, അതായത് പിള്ളേരെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കണ ഒരു ഐസ്ക്രീം കച്ചവടക്കാരാണ് ഇവർ. വളരെ പ്രതീക്ഷയോടുകൂടി ഇവർ തരുന്ന ഐസ്ക്രീമിലേക്ക് നമ്മൾ കൈ നീട്ടി അങ്ങ് ചെന്ന് ഇപ്പം കിട്ടുന്നുള്ള രൂപത്തിൽ ചെന്ന് പിടിക്കാറാവുമ്പോൾ അവരത് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് പല രൂപത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അവരത് മാറ്റണത്. അതും ഒരു കല തന്നെയാണ് കേട്ടോ. എല്ലാ പവലിയനിലൊന്നും ഞങ്ങൾ കയറിയില്ലെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ഇഷ്ടമുള്ള കുറേ രാജ്യങ്ങളുടെ ഇതുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒന്ന് എല്ലാ വർഷവും വിസിറ്റ് ചെയ്യണ പോലെ തന്നെ വിസിറ്റ് ചെയ്തു. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ചു. ഇത് ഗ്ലോബൽ വില്ലേജ് ക്ലോസ് ചെയ്യണതിൻ്റെ 2 ദിവസം മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ ഗ്ലോബൽ വില്ലേജിൻ്റെ വിസിറ്റെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പതുക്കെ പോരാണ്. വീണ്ടും മനോഹരമായി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണ ഗേറ്റും അതിൻ്റെ ഗേറ്റല്ല അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ നിങ്ങൾ കണ്ടോ, അതാണ് ശരിക്കും പറഞ്ഞാൽ
നമ്മൾ റോഡ് വഴി അതുവഴിയൊക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ടെൻഡൻസി വരണത് ഇതെല്ലാം കാണുമ്പോഴാണ്. തൽക്കാലത്തേക്ക് നമുക്ക് ഗ്ലോബൽ വില്ലേജിൻ്റെ കാഴ്ചകളോട് ബൈ ബൈ പറയാം. എല്ലാവർക്കും ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോയേക്കരുത്. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.